നമസ്കാരം. യൂട്യൂബിലൂടെ ക്യാഷ് ഉണ്ടാക്കാം. ഇത് കേൾക്കാൻ നല്ല സുഖമുണ്ട് അല്ലേ? ഈ ചിന്തയോടെ യൂട്യൂബ് ചാനൽ തുടങ്ങാനായി ഇറങ്ങിത്തിരിക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും ദയനീയമായിരിക്കും. എന്നാൽ ഇതേ ചിന്തയോടെ ചാനൽ തുടങ്ങി നല്ല വരുമാനം, അതായത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വിശദമായി തന്നെ മനസ്സിലാക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമാനം കണ്ടെത്താമെന്നും ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്നും പറയുന്നത് വളരെ ശരിയാണ്. എന്നാൽ യൂട്യൂബ് പറയുന്ന ചില നിയമങ്ങൾ പാലിക്കാതെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കാണ് പകുതിയിൽ വെച്ച് നിർത്തിപ്പോകേണ്ടി വരുന്നത്. ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോകൾക്കും ഷോർട്ട് വീഡിയോകൾക്കും 2 നിയമങ്ങളാണുള്ളത്. പൊതുവായി പറഞ്ഞാൽ, ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്ത് വരുമാനം ലഭിക്കുന്ന അവസ്ഥയിൽ എത്തിക്കണമെങ്കിൽ യൂട്യൂബ് പറയുന്ന 2 സെക്ഷനുകൾ പൂർണ്ണമാക്കണം. അതിൽ ആദ്യ ഓപ്ഷൻ എന്നത് 500 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 3 വീഡിയോ അപ്ലോഡ് ചെയ്യണം. മാത്രമല്ല, അപ്ലോഡ് ചെയ്ത വീഡിയോകൾക്ക് 3000 വാച്ച് അവർ തികയണം. അതായത് നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോകളും കൂടി 3000 മണിക്കൂർ ആളുകൾ കണ്ടിരിക്കണം. അല്ലെങ്കിൽ അതിനു പകരമായി ഷോർട്ട് വീഡിയോകൾക്കെല്ലാം കൂടെ 30 ലക്ഷം അഥവാ 3 മില്യൺ വ്യൂ ഉണ്ടായിരുന്നാലും മതി. ഇത്രയും ശരിയാണെങ്കിൽ ആദ്യ സെക്ഷൻ പൂർണ്ണമാകും. ഇതുകൊണ്ട് ചാനൽ മോണിറ്റൈസ് ആകും. എന്നാൽ വരുമാനം വന്നു തുടങ്ങണമെങ്കിൽ രണ്ടാമത്തെ സെക്ഷൻ പൂർണ്ണമാക്കണം. അതായത് ചാനലിന് 1000 സബ്സ്ക്രൈബർ തികയണം, വീഡിയോകൾക്ക് 4000 വാച്ച് അവർ തികയണം. അതായത് ആദ്യ സെക്ഷനിൽ എല്ലാ വീഡിയോകൾക്കുമായി 3000 മണിക്കൂർ വ്യൂ ലഭിച്ചത് 4000 മണിക്കൂറായി കൂടണം. അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോകൾക്കെല്ലാം കൂടെ 100 ലക്ഷം അഥവാ 10 മില്യൺ വ്യൂ ഉണ്ടായിരുന്നാലും മതി. ഇത്രയും ഓക്കെ ആണെങ്കിൽ രണ്ടാമത്തെ സെക്ഷൻ പൂർണ്ണമാകും. എന്നാൽ മാത്രമേ വരുമാനം വന്നു തുടങ്ങുകയുള്ളൂ. അല്ലാതെ 500 സബ്സ്ക്രൈബർ മാത്രമായി എന്നതുകൊണ്ട് ചാനലിൽ നിന്ന് വരുമാനം ലഭിക്കില്ല. യൂട്യൂബ് പറയുന്ന ഇക്കാര്യം വളരെ ക്ഷമയോടുകൂടി ചെയ്യുക. ഈ വിവരങ്ങളെല്ലാം യൂട്യൂബ് ചാനലിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ പൂർണ്ണമാക്കാം. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിനനുസരിച്ച് വർക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അടുത്തതായി ചെയ്യേണ്ടത് വീഡിയോകളും ഷോർട്സും തുടർച്ചയായി അപ്ലോഡ് ചെയ്യുക എന്നതാണ്. ദിവസേന വീഡിയോ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അതല്ല ആഴ്ചയിൽ ഒരു വീഡിയോ എന്ന ക്രമത്തിലാണെങ്കിൽ അങ്ങനെ. അതിൽ മുടക്കം കൂടാതെ ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. അടുത്ത വളരെ പ്രധാനമായ കാര്യം, നിങ്ങൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് താല്പര്യമുള്ളതായിരിക്കണം. എന്നാൽ മാത്രമേ ആ വീഡിയോ പൂർണ്ണമായും അവർ കാണുകയുള്ളൂ. ലോങ് വീഡിയോകൾ എത്ര ദൈർഘ്യമുള്ളതായാലും വീഡിയോയിൽ പറയുന്ന വിഷയം ജനങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ അവർ അത് പൂർണ്ണമായും കാണും. വീഡിയോകളുടെ കാര്യത്തിൽ എത്രത്തോളം സമയം ആളുകൾ ആ വീഡിയോ കാണുന്നുണ്ടോ അത്രയും വാച്ച് അവർ കൂടും. അതിനനുസരിച്ചായിരിക്കും വരുമാനം കൂടുന്നത്. എന്നാൽ ലോങ് വീഡിയോകളിൽ നിന്നും ലഭിക്കുന്നത് പോലെ ഷോർട്ട് വീഡിയോകളിൽ നിന്നും വരുമാനം ലഭിക്കില്ല. ഷോർട്ട് വീഡിയോകൾക്ക് ഇപ്പോൾ 3 മിനിറ്റ് വരെ സമയദൈർഘ്യമുണ്ട്. മുൻപ് ഇത് 1 മിനിറ്റ് വരെ ആയിരുന്നു. ഒരു യൂട്യൂബ് ചാനലിന്റെ തുടക്കത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കുന്നതിനായി 1 മിനിറ്റുള്ള ഷോർട്ട് വീഡിയോകളായിരിക്കും നല്ലത്. അടുത്തതായി, ഏതു തരം ചാനൽ തുടങ്ങിയാലാണ് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാവുന്ന വിഷയത്തെക്കുറിച്ച് മാത്രമേ യൂട്യൂബ് ചാനൽ തുടങ്ങാവൂ. അല്ലെങ്കിൽ കുറച്ച് ദിവസം വീഡിയോകൾ ഇട്ട ശേഷം ചാനൽ തന്നെ നിർത്തേണ്ടതായി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി, യൂട്യൂബ് ചാനലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതുമാണ്. വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ മൊബൈൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിക്കാം. ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറയുടെ അത്യാവശ്യമായ സെറ്റിംഗ്സ് അറിഞ്ഞിരിക്കണം. മൊബൈലിൽ റീൽസ് എടുക്കുന്നത് പോലെ അല്ല ലോങ് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോകൾക്ക് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നൽകണമെങ്കിൽ വീഡിയോ നോർമൽ രീതിയിൽ ഷൂട്ട് ചെയ്താൽ പറ്റില്ല. പച്ച അല്ലെങ്കിൽ നീല നിറത്തിലുള്ള തുണി ബാക്ക്ഗ്രൗണ്ടായി ഇട്ടാണ് ഷൂട്ട് ചെയ്യേണ്ടത്. മാത്രമല്ല, വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ കൃത്യമായ ലൈറ്റ് നൽകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രോംപ്റ്റർ ഉപയോഗിക്കുന്നതാണ്. കുറച്ച് കൂടുതൽ മാറ്ററുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓർമ്മിച്ച് പറയുക എന്നത് പ്രയാസമാണ്. ഉദാഹരണമായി, ന്യൂസ് ചാനലുകൾ വാർത്തകൾ വായിക്കുന്നത്, അവിടെയാണ് പ്രോംപ്റ്ററിന്റെ ഉപയോഗം വരുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കി വേണം വീഡിയോകൾ ഷൂട്ട് ചെയ്യേണ്ടത്. ഇനി വേണ്ടത് വീഡിയോ എഡിറ്റിംഗ് ആണ്. അത് മൊബൈലിലും കമ്പ്യൂട്ടറിലും ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടറിൽ പ്രീമിയർ പോലുള്ള പ്രൊഫഷണൽ സോഫ്റ്റ്വെയറുകളിൽ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. കമ്പ്യൂട്ടർ ഇല്ലാത്തവർക്ക് മൊബൈലിലും ചെയ്യാം. മൊബൈലിൽ VN എന്ന സോഫ്റ്റ്വെയർ വളരെ സിമ്പിളായി എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ തുടങ്ങുന്ന യൂട്യൂബ് ചാനലിന്റെ വ്യൂ കൂടണമെങ്കിൽ വീഡിയോയുടെ കണ്ടന്റ് പോലെ തന്നെ പ്രധാനമാണ് വീഡിയോ എഡിറ്റിംഗും.
ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ വിശദമായി ഞങ്ങൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. ഇന്ന് പലർക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ട്. എന്നാൽ എന്ത് ചാനൽ തുടങ്ങിയാലാണ് വിജയിക്കുക എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയുള്ളവർക്കായി 15 തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ന്യൂസ് ചാനൽ, എന്റർടൈൻമെന്റ് ചാനൽ, എഡ്യൂക്കേഷൻ, കുക്കിംഗ്, ട്രാവൽ, സ്പിരിച്വൽ, PSC, സിനിമ റിവ്യൂ, പ്രോഡക്റ്റ് റിവ്യൂ, ടെക് ചാനലുകൾ തുടങ്ങിയവയാണ് ഈ 15 തരത്തിലുള്ള ചാനലുകൾ എന്ന് സൂചിപ്പിച്ചത്. അങ്ങനെ ഓരോ ചാനലുകളും തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി തന്നെ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഷൂട്ടിംഗ് മുതൽ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വരുമാനം ലഭിക്കുന്നത് വരെയും എല്ലാ കാര്യങ്ങളും 3 ദിവസത്തെ ക്ലാസ്സിലൂടെ പരിശീലനം നൽകുന്നു. 3 ഫുൾ ഡേ ആണ് ക്ലാസ് വരുന്നത്. ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ, അതായത് ചാനൽ ആരംഭിക്കുക, വീഡിയോയ്ക്ക് ആവശ്യമായ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക, വീഡിയോ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, യൂട്യൂബിൽ എങ്ങനെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ട്രെയിനിങ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ട് വന്ന് പ്രാക്ടിക്കലായി പഠിച്ചെടുക്കണമെന്നുള്ളവർക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റുള്ള ജില്ലകളിലോ സ്റ്റേറ്റുകളിലോ നിന്ന് വരുന്നവർക്ക് അക്കോമഡേഷനും ഫുഡും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ 3 ദിവസം കൊണ്ട് പഠിച്ചു പോകാനുള്ള സൗകര്യമാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് ആവശ്യമായ സ്റ്റുഡിയോ സൗകര്യവും ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്നു.